അസ്സലാമലൈക്കും. നമുക്കൊന്ന് ഒരു ഈസി ആയിട്ടുള്ള ഗ്രീൻ പീസ് മസാല കറി ഗ്രേവി പോലെ നമുക്കൊന്ന് ഇതാക്കാം. ആദ്യം കുതിർത്ത് വെച്ച ഗ്രീൻ പീസിൽ കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. അത് അവിടെ വിസിൽ വരട്ടെ. ഞാനൊരു 4-5 വിസിലിട്ടു. എന്നാലും എനിക്ക് നല്ല വേവാകുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ എണ്ണ ഒഴിച്ചു, പട്ട ഗ്രാമ്പു ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ ഫസ്റ്റ് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് തന്നെ കറിവേപ്പില ഇടുമ്പോൾ ആ കറിക്ക് ഭയങ്കര ഒരു ഫ്ലേവറിനൊരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ കറിവേപ്പില ഇട്ടത്. പിന്നെ ഒരു പച്ചമുളക് ഇട്ടു, നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചാൽ പെട്ടെന്ന് നന്നായിട്ട് വഴന്ന് കിട്ടും. സോ ഇതൊരു ഈസി കറിയാണ്. നമ്മൾ തേങ്ങ കൂട്ടി വയ്ക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതിലിട്ടിട്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ ഒരു പച്ചമണം പോണ വരെയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതൊക്കെ ഒന്ന് പച്ചമണം മാറി ഒന്ന് വഴന്ന് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. തക്കാളി കുറച്ച് മൂടി വയ്ക്കുമ്പോഴത്തേനും നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് ഇതാക്കിയത് ഞാൻ കുറച്ച് ചില്ലി സോസാണ് ഒഴിക്കുക. അത് ഓപ്ഷണലാണ്, വേണ്ടവർ ഒഴിക്കാം, നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെയ്യാണ്. ഞാനിപ്പോൾ അപ്പുറത്ത് അവിടെ പത്തിരി ഉണ്ടാക്കുകയാണ്. ഈ കറിക്ക് കോമ്പിനേഷനായിട്ടാണ് പത്തിരി ഉണ്ടാക്കുകയാണ്. ഞാനത് വീഡിയോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് അവിടെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. സോ ഈ കറി പിന്നെ ഇതിന് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അതും ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ പൊടീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഫ്ലേവർ ചേർത്താം. ഞാൻ ഇപ്പോൾ ഈ 3 പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് അതിന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലാവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ഉപ്പ്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഗ്രീൻ പീസ് നന്നായി വെന്തിട്ടുണ്ട്. നന്നായി ഉടങ്ങിയിട്ടില്ല, പക്ഷെ നന്നായി വെന്തിട്ടുണ്ട്. അതൊഴിക്കുക. ഞാൻ മഞ്ഞൾപ്പൊടി ഗ്രീൻ പീസിൽ ഇട്ടിട്ട് വേവിച്ചതുകൊണ്ട് ഞാൻ ഈ കറിയിൽ ഞാൻ മഞ്ഞൾപ്പൊടി വഴക്കണ സമയത്ത് ഇട്ടിട്ടില്ല. സോ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഈസിയാണ്, വെരി ഈസി കറിയാണ്. പിന്നെ ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തി, പൂരി, പത്തിരി, ദോശ എല്ലാത്തിനും, ചോറിനും എല്ലാത്തിനും പറ്റുന്ന കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.